സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് സൈനിൻ കെടാമംഗലത്തിന് ജന്മനാടിന്റെ ആദരവ്. പ്രശസ്ത ചലച്ചിത്ര താരം സലിം കുമാർ ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. കൊച്ചിൻ സ്റ്റാലിയൻസിന്റെ 25ാമത് വാർഷികം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ സൈനൻ കെടാമംഗലത്തിന് ജന്മനാടിന്റെ സ്നേഹാദരവ് നൽകി. പറവൂർ അംബേദ്കർ പാർക്കിൽ നടന്ന പരിപാടി പറവൂർ നഗരസഭാ ചെയർമാൻ ശ്രീ രമേശ് ടി കുറുപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് സലിം കുമാർ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നല്ലവരായ എൻ്റെ സഹോദരങ്ങളെ, വളരെ അഭിമാനപൂരിതമായ ഒരന്തരീക്ഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രൂപീകരിച്ച കൊച്ചിൻ സ്റ്റാലിയൻസ് എന്ന ട്രൂപ്പ് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ ആവും എന്ന് ഞാൻ കരുതിയതല്ല. അതിന് 2 പേരോട് ഞാൻ 3 പേരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒന്ന് പിഷാരടി, മറ്റൊന്ന് വിനോദ് കെടാമംഗലം, മറ്റൊന്ന് രമേശ് കുറുപ്പ്. രമേശ് കുറുപ്പിനോടാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ സൈനൻ കെടാമംഗലത്തിന് അവാർഡ് കിട്ടിയാൽ നമുക്കൊരു സ്വീകരണം കൊടുക്കണോ. അപ്പോൾ അവരുടെ മുനിസിപ്പാലിറ്റിക്ക് സംയുക്തമായിട്ട് നടത്താം. നമ്മൾ സംയുക്തമാക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു അവാർഡ് കൊടുത്തോ ഞങ്ങളുടെ ഇതിൽ. അപ്പോൾ തന്നെ അവർ വേറൊരു അവാർഡ് വെച്ചു. ഞാൻ അതിന് വട്ടത്തറ എൻ്റെ വീട്ടിലൊരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ സൈനൻ കെടാമംഗലത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അവനൊരു സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും കൊടുക്കണം ഒരു സ്വീകരണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വട്ടത്തറ ഒരു സ്വീകരണം കൊടുത്തു. അങ്ങനെ ഇത് 3ാമത്തെ എൻ്റെ കേരളത്തിൽ വരുന്ന 3ാമത്തെ സ്വീകരണമാണ്. അവാർഡ് ജേതാവിന് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് നാദിർ ഷാ ഉപഹാരം നൽകി. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കലാഭവൻ ഷാജോൺ പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ പറവൂർ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് CA രാജീവ്, നഗരസഭയിലെ വാർഡ് കൗൺസിലർ ബീന ശശിധരൻ, രമേശ് പിഷാരടി, KS പ്രസാദ്, രാജേഷ് പറവൂർ, പ്രമോദ് മാള, വിനോദ് കേടാമംഗലം, സുധീർ പറവൂർ, താജ് പത്തനംതിട്ട, അനിൽ കലാഭവൻ, സുധീർ നവോദയ എന്നിവരും പങ്കെടുത്തു. സൈനൻ കെടാമംഗലം സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ. നമ്മുടെ പറവൂരിന്റെ കെടാമംഗലത്തിന്റെ അഭിമാനമായി ശ്രീമാൻ സൈനൻ കെടാമംഗലം കെടാമംഗലം. എവിടെയോ കണ്ടുപോലുണ്ടല്ലോ ഇല്ലേ? അയോയോയ പുലി പുലി പുലിയല്ല പൂച്ചയല്ലേ പോയി താമസിക്കുക.